നമുക്ക് ബാലിന്റെ കോമഡിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വേദയുടെയും വിക്രത്തിന്റെയും പുതിയ വിശേഷങ്ങളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് മുതലാണ് വേദയുടെയും വിക്രത്തിന്റെ കഥ വീണ്ടും ആരംഭിക്കുന്നത്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന ബാലൻ എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു, എന്ത് തന്നെ വന്നാലും പിന്നോട്ടില്ല. ഗോമതി ഇങ്ങനെ പല ന്യായങ്ങളും പറയും, പക്ഷെ ഗോമതിയോടൊപ്പം നിൽക്കാൻ ബാലിന് സാധിക്കുമായിരുന്നില്ല. അലോക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവനുള്ള ശിക്ഷ കിട്ടണം. പിന്നീട് ബാലൻ വക്കീലിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് വക്കീല് അനുസരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാണ്. എന്തൊക്കെ പറയണം കോടതിയിൽ. ഒരു പക്ഷേ ഇന്നും കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവും. കോടതിയിൽ നിന്ന് പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പൊ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുത്തു അനുസരിക്ക് വക്കീല്. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്താണ് അലോകിനെയും കൊണ്ട് പോലീസുകാർ വരുന്നതണ്ട്. അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോ എന്തോ അനുസരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല അലോകിന്റെ കോലം കണ്ടു കഴിഞ്ഞപ്പോ. ആ സമയത്ത് അലോക് അനുസരിയെ ഇങ്ങനെ ഒന്ന് നോക്കി. ഒരു ദയനീയമായിട്ടൊരു നോട്ടമായിരുന്നു നോക്കിയത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുള്ള നോട്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു മട്ടും ഭാവമൊക്കെ ആയിരുന്നു അവന്റെ മുഖത്ത് തെളിഞ്ഞ്. അങ്ങനെ ഒടുവില് കോടതി കൂടി അനുസരിയുടെ അലോകിന്റെ കേസ് വിളിച്ചു. പിന്നീട് അനുസരിയോട് ജഡ്ജി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടായിരുന്നു. അനുസരി വക്കീല് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കില് അതിനെല്ലാം ശേഷം അലോകിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനുസരി ബാലിനെ എല്ലാവരും കൂടെ ഞെട്ടിച്ച് അലോക് അവിടെ ഒരു ഉത്തരം പറഞ്ഞു. അതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ വിധിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കോടതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് ശിക്ഷ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ. അങ്ങനെ ഒടുവില് കോടതിയിൽ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അലോക് ഒരു നിമിഷം ഗോമതി അനുസരിയൊക്കെ ഞെട്ടിപ്പോയി. കാരണം അലോക് ഇങ്ങനെ പറയുന്ന അവര് പ്രതീക്ഷിച്ചില്ല. അച്യുതനൊക്കെ അന്താളിച്ചു പോയി. ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെന്താ ഇങ്ങനെ പറയുന്നേ? രവിവർമ്മ വക്കീല് അച്യുതനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അച്യുതനാണ് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെയായി. അങ്ങ് ചെന്നിട്ട് അലോകിന്റെ കർണം പോത്തി രണ്ടെണ്ണം കൊടുക്കാനായിട്ട് തോന്നി. അവൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കാനായിട്ട് ഒരുങ്ങണ സമയത്ത് അവന്റെ കുറ്റസമ്മതം. അങ്ങനെ അന്നത്തെ ദിവസത്തെ കോടതി പിരിഞ്ഞു. കാരണം പിറ്റേ ദിവസം അതിന്റെ വിധിയും കാര്യങ്ങളൊക്കെ പറയാന്നും പറഞ്ഞുകൊണ്ട് കോടതി പിരിയുവാണ്. അങ്ങനെ കോടതി പിരിഞ്ഞ് അലോകിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേന് അനുസരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം അവൻ കോടതി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവന്റെ മനസ്സെന്നറിയും. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട. അവന്റെ പുതിയ നാടകമായിട്ട് നിന്നെ കണ്ടാൽ മതി. അറിയാലോ, അവന്റെ വക്കീല് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ പറയണമെന്ന്. ഒരു പക്ഷെ നിന്നെ സെന്റിമെന്റ്സ് വീഴിക്കാനായിരിക്കും അവന്റെ ശ്രമം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അനുസരി പറഞ്ഞു, അല്ലച്ചാ, അത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല മോളെ. അവനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്നാലും അവൻ തകർന്ന മട്ടോട് കൂടിയിട്ട് കോടതി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല ബാലേട്ടാ. പക്ഷെ ബാലനാണെങ്കിലും അടുക്കുന്നുണ്ടായിരുന്നില്ല. ബാലന്റെ മനസ്സിൽ അത് അലോകിന്റെ തന്ത്രമാണെന്നാണ് തോന്നിയത്. അവൻ ഇതിലപ്പുറത്തെ നാടകം കളിക്കുന്നവനാ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനുസരിയുടെ മീനാക്ഷിയെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ മീനാക്ഷി പറഞ്ഞു, എനിക്ക് തോന്നുന്നേ ഇതും അലോകിന്റെ തന്ത്രമാ. അവൻ അങ്ങനെ പെട്ടെന്നൊന്നും മാറത്തില്ല. അവൻ ഇതിലപ്പുറത്തെ പ്രവർത്തികളും ചെയ്യുന്നവനാ. ഈ സമയത്ത് അനുശ്രീ ബാലനോട് ചോദിച്ചു, അല്ലച്ചാ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് വിഷമാവെന്ന് ചോദിച്ചു. എന്താ? അല്ല, ഞാൻ നാളെ കോടതിയിൽ പറയാൻ പോകുന്ന കാര്യം കേട്ട് അച്ഛന് സങ്കടമാവെന്ന് ചോദിച്ചു. സങ്കടമോ? എന്ത് സങ്കടം? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്ത് തീരുമാനം എടുത്താലും അച്ഛൻ എന്നോടൊപ്പം നിൽക്കൂല്ലോ അല്ലേന്ന് ചോദിച്ചു. അതിനെന്താ മോള് ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുത്തോ, ഞാൻ മോളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയം ഗോമതി ആകെപ്പാടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഗോമതി വിഷമിച്ചിരിക്കുന്ന അനുശ്രീ കണ്ടു. അപ്പോഴേക്കും അനുശ്രീ ഗോമതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചു. സങ്കടപ്പെടാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ മുഖം മനസ്സിലേക്ക് ഓടി വരുന്നേ. അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ വെറുതെ ഇരിക്കില്ല. എൻ്റെ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? നെഞ്ചു പൊട്ടി മരിക്കുന്ന. എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. നാളെ അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് അറിയില്ല. എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞു ഗോമതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും അനുവിന് ഭയങ്കര ടെൻഷനായി. അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അനുവിന് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അതിനേക്കാളും വലിയ അവസ്ഥയായിരുന്നു കൃഷ്ണമംഗലത്ത്. കാരണം അലോക് കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു, എൻ്റെ മോന് അത്രയ്ക്ക് മനസ്സും അടുത്ത് കാണും. പാപം, അവന് ജയിലിൽ കടന്ന് അനുഭവിച്ചിട്ടുണ്ട്. അച്യുതേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മോന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്യുതേട്ടനോടൊപ്പം ഞാനും വരും. ഞാനും പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു.
അച്യുതൻ പറഞ്ഞു, അവനെ ഒന്ന് കാണേണ്ടതായിരുന്നു. തകർന്ന മനസ്സോട് കൂടിയിട്ടാ അവനിന്ന് കോടതിയിൽ നിന്ന്. അവന് എൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കില്ല. കുനിഞ്ഞ ശിരസുമായിട്ട് അവൻ നിന്നത്. ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു രാജശ്രീ. നമ്മൾ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അവനെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവനോടെ ഇരുന്നിട്ട് പോലും കാര്യമില്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇന്ദിരാമയ്ക്കും എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു. നാളെ അറിയാം, നാളെയാണ് അലോകിന്റെ വിധി വരുന്ന ദിവസം. ഈ സമയത്ത് അനുസരി കിടന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, അലോകിന് ഒരു പക്ഷെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമോ, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരു കുടുംബങ്ങളും തമ്മിൽ വീണ്ടും ശത്രുതയിലാവും. അത് മാത്രമല്ല, 1-2 വർഷമല്ല, 6-7 വർഷം അവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം താൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുസരിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ആകെപ്പാടാൻ മനസ്സിലൊരു കൺഫ്യൂഷന്. പിന്നീട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഒരു കാരണവശാലും താൻ കാരണം ആരും വേദനിക്കാൻ പാടില്ല. ഒരു പക്ഷേ താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ അത് കൂടുതൽ ദോഷം ചെയ്യുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം കോടതി വന്നു കഴിഞ്ഞപ്പോൾ അനുശ്രീ ഒരു കാര്യം ചെയ്തു. കേസ് പിൻവലിക്കുകയാണ്. കാരണം അലോകിനെതിരെയുള്ള കേസ്, ആ കേസ് പിൻവലിച്ചെങ്കിൽ മാത്രം അലോക് രക്ഷപ്പെടുന്നുള്ള കാര്യം അനുശ്രീക്ക് മനസ്സിലായി. അങ്ങനെ ഒടുവിൽ അലോകിനെതിരെയുള്ള കേസ് പിൻവലിച്ചു. കോടതിയിൽ കൂടെ ബാലനൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ ആയിരുന്നിരുന്നത്. പിന്നീട് ജഡ്ജി അനുശ്രീയോട് ചോദിച്ചു, അല്ല നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനം എടുത്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, അതേന്ന് പറഞ്ഞു. അല്ല, അലോകിനെതിരെയുള്ള കേസ് നിങ്ങൾ പിൻവലിക്കാന്ന് ആരുടെയും പ്രേരണ കൊണ്ടാണോ എഴുത്തന്നിരിക്കുന്നത്, അല്ലാതെ അതോ നിങ്ങൾ സ്വയം എടുത്ത തീരുമാനമാണോ എന്ന് ചോദിച്ചു. ഞാൻ സ്വയം എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു. ഒരു നിമിഷം ആരിനും ബാലിനും ഒക്കെ ഞെട്ടിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അനുശ്രീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കൂന്ന്. അലോകിന് ശിക്ഷ കിട്ടുമെന്ന് ഓർത്ത് പ്രതീക്ഷിച്ച് അങ്ങോട്ടേക്ക് വന്ന, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ സംഭവിച്ചത്. പെട്ടെന്നാണെങ്കിൽ ആരെയും ചാടി എഴുന്നേറ്റു. ആരിനാണെങ്കിൽ അനുശ്രീയെ തല്ലിക്കൊല്ലണം എന്നുള്ള ദേഷ്യം ഉണ്ടായി. അപ്പോഴേക്കും ബാലിന് ആരിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അലോക് ഒരു നിമിഷം ഞെട്ടലോടുകൂടി അനുശ്രീയെ നോക്കുവാണ്. തന്റെ പേരിലുള്ള കേസ് പിൻവലിച്ചിരിക്കുന്നു. അച്യുതനൊക്കെ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ, തന്റെ മോൻ പുറത്തിറങ്ങുമല്ലോ എന്നുള്ള ഒരു സന്തോഷം. ഈ സമയത്ത് ഗോമതി അനുവിനെ നോക്കുകയാണ്. അനു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷയില്ല. അലോകിന് ശിക്ഷ കിട്ടും, അവൻ അകത്തേക്ക് പോകും, പിന്നെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അലോകിനെ കോടതി വെറുതെ വിടാനായിട്ടുള്ള ഉത്തരവുണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ബാലിന് ആരിനും ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അനുശ്രീയുടെ ആ തീരുമാനം. കാരണം ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചിട്ട് പെട്ടെന്ന് അനുശ്രീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റില്ല. ഒരച്ഛനെന്ന നിലയിൽ ബാലിന്, കാരണം തൻ്റെ മകളുടെ ജീവിതം തല്ലിക്കെടുത്തിയവൻ അലോക്. അപ്പൊ പിന്നെ അവൻ എങ്ങനെയെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഗോമതിക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞ ശിക്ഷ കുഴപ്പമില്ല, പക്ഷേങ്കിൽ കോടതി വിധിക്കുന്ന 6-7 വർഷം ചിലപ്പോൾ കഠിന തടവായിരിക്കും. അതൊക്കെ ഓർക്കുമ്പോൾ ഗോമതിക്കും വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്തുകാർ വെറുതെ ഇരിക്കില്ല. ചിലപ്പം അമ്മയുടെ ജീവൻ വരെ നഷ്ടപ്പെടും. പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, തൻ്റെ മരണം വരെ തനിക്ക് അതൊരു നോവായിട്ടിരിക്കും. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അനുശ്രീ എന്ത് ചെയ്ത് ഇങ്ങനൊരു തീരുമാനം എടുത്ത്. താൻ കാരണം കുടുംബത്തിൽ ആരും വേദനിക്കാൻ പാടില്ല എന്നൊരു ചിന്ത. അതുകൊണ്ടാണ് അനുശ്രീ തീരുമാനം എടുത്തത്. പക്ഷേങ്കിൽ ആ തീരുമാനത്തോട് ബാലിനൊന്നും യോജിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അനുശ്രീ ഇനിയിപ്പോൾ ബാലൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോന്ന് പോലും അറിയത്തില്ല. അലോകിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേല്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.